सहना भवतु सहनो भुनक्तु सह वीर्यं करवावहैः तेजस्विनावधीतमस्तु मा विद्युषावहैः। ओम शान्तिः शान्तिः शान्तिः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यम् अथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोटकं वार्तियकारम् अन्यानस्मद्गुरून् सन्ततमानतोऽस्मि। नमस्त्रय्यन्तकान्तारविहारे कपटीयसे वादिमध्ये बसंहर्त्रे व्यासकेसरिणे सदे श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तो पुनः पुनः श्रीतीर्थपादसन्न्याससम्प्रदायाद्य श्रीमद्विद्याधिराजाख्यतीर्थपादयतिं भजे। ज्ञानानकसुधासिन्धुशायिनं नरकन्दकं नारायणं नमो भेदवादिराक्षसभीकरं नमस्तस्मै श्रीनीलकण्ठतीर्थपादाय योगिने श्रुतिमस्तककैलासगिरिशृङ्गविहारिणे श्रीविद्याधिराजपादाब्जसेवालालसमानसं श्रीतीर्थपादपरमहंससद्गुरुमाश्रये श्रीविद्यानन्दतीर्थपादपरमहंससद्गुरुमाश्रये श्रीमच्चित्स्वरूपतीर्थपादपरमहंससद्गुरुमाश्रये श्रीगुरोतीर्थपादस्य शिष्यं ब्रह्मज्ञमीश्वरं भावयेल्भावनातीतं विद्यानन्दमहागुरुं विद्यानन्दमहर्षीन्द्रशिष्यरत्नं तपोनिधिं चित्स्वरूपगुरुं वन्दे ज्ञानवैराग्यभासुरं यद्वाणीद्विमणीध्वस्तामन्मोहध्वन्तसन्ततिः श्रीगुरून् भावयामस्तान् त्रय्यन्ताम्बुजभास्करान् नारायणसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ध्येयं सदा परिभवग्नमभिष्टदोहं तीर्थास्पदं शिवविरिञ्जिनुदं शरण्यं भृत्यार्तिहं प्रणतपालभवाब्धिबोधं वन्दे महापुरुषते चरणारविन्दं। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। ध्येयं सदा परिभवग्नमभीष्टदोहं तीर्थास्पदं शिवविरिञ्जिनुदं शरण्यं भृत्यार्तिहं प्रणतपालभवाब्धिबोधं वन्दे महापुरुषते चरणारविन्दं। पीताम्बरं करविराजितचक्रशङ्ख कौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि ഭാവയാമി. ഓം നമ ശിവായ. എല്ലാ ധന്യാത്മാക്കളുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ, മഹാദേവൻ്റെ സന്നിധിയിൽ വരുവാനും ഒരു സത്രത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പൂർവ്വപുണ്യ സുഹൃതമാണ്. ആ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ അനവധി ധന്യാത്മാക്കളായ പുണ്യാത്മാക്കളായ മഹാപുരുഷന്മാർ വന്ന് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുണ്യഭൂമിയിൽ ഭാഗവതം നവമസ്കന്ധത്തിലെ വളരെ ചെറിയൊരു പ്രകരണം ശ്രീരാമാവതാരം, അതാണ് എനിക്ക് വിഷയമായി തന്നിരിക്കുന്നത്.
ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ദിവ്യമംഗളമായ വാങ്മയ സ്വരൂപമാണ്. വിശദമായി എനിക്ക് മുമ്പ് പ്രഭാഷണത്തിൽ സ്കന്ധങ്ങളുടെയൊക്കെ പ്രാധാന്യം 10 ലക്ഷണങ്ങളോടുകൂടി അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂദയ മന്വന്തരോ ഈശാനുകഥ നിരോധോ മുക്തി ആശ്രയം. അങ്ങനെയുള്ള 10 ലക്ഷണങ്ങളോടുകൂടി 12 സ്കന്ധങ്ങളിൽ 18,000 ശ്ലോകങ്ങൾ വ്യാസഭഗവാൻ നമുക്ക് രചിച്ചു തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തു ഒന്നേ ഉള്ളൂ. ആത്യന്തികമായി ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ആ പരമസത്യം ഒന്നാണ് എന്ന് നമ്മളിലേക്ക് ആ ശ്രദ്ധയെ കൊണ്ട് ചെന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഥകൾ പറയുന്നത്. ഈ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനത്തിലാണ് പിഴവ് വരുന്നത്. ഭാഗവതം അനവധി ആളുകൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമയും കുത്തുമൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥം മാറും. വചോ വിഭൂതിർ നതു എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി. വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. ഇതൊക്കെ തന്നെയും ഉള്ളതിൻ്റെ വിവരണമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളതേതാണ്? ഏകവും അഖണ്ഡവും നിശ്ചലവുമായിരിക്കുന്ന ഒരു പരമസത്യം മാത്രമേ ഉള്ളൂ. പിന്നെ പലതായി പെരുപ്പിച്ച് പലതിനെപ്പറ്റി നമ്മൾ പറയുന്നു. അതൊക്കെ എന്തു തന്നെയാണ്? കുറേ നാമരൂപങ്ങളാണ്. നാമരൂപങ്ങൾ ഒരിക്കലും പുതിയ വസ്തുക്കളെ ഉണ്ടാക്കുന്നില്ല. ഒരേ സ്വർണം ആഭരണ നാമരൂപങ്ങളായി മാറുമ്പോഴും വളയും മാലയും മോതിരവും കമ്മലുമായിരിക്കുമ്പോഴും വസ്തു സ്വർണം തന്നെ എന്ന് പറയുന്നത് പോലെ ഇവിടെ അനവധി രാജാക്കന്മാരുടെയും പലരുടെയും ചരിതങ്ങളും കഥകളുമൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം അവസാനം പറയുന്നു, ഇതൊന്നും ഉള്ളതിൻ്റെ വിവരണമല്ല എന്ന് പറഞ്ഞാൽ വസ്തു ഒന്നേ ഉള്ളൂ. അഖണ്ഡബോധസ്വരൂപനായി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കഥ പറയുന്നത്. അല്ലാതെ ഭാഗവതം ഒരു കഥാപുസ്തകമല്ല. കാരണം മുന്നിലിരിക്കുന്ന ആൾ ശ്രീ പരീക്ഷിത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ കഥയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാധാന്യമുണ്ട്. സാധകന്മാർക്ക് കഥയ്ക്ക് പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും കഥകളിലൂടെ ആ പരമമായ സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ള വളരെ വലിയൊരു ലക്ഷ്യമാണ് ശുകബ്രഹ്മ മഹർഷി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വ്യാഖ്യാനം വളരെ പ്രധാനമാണ്. ശ്രീമദ് ഭാഗവതം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വ്യാഖ്യാനിക്കുവാൻ. അതുകൊണ്ട് ഇവിടെ നവമസ്കന്ധത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അവതാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭഗവാൻ ഖഡ്വാങ്കൻ്റെ കഥ പറഞ്ഞു നിർത്തിയതിന് ശേഷമാണ് 10ഉം 11ഉം അധ്യായങ്ങളിലാണ്, നവമസ്കന്ധം 10, 11 അധ്യായങ്ങളിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവായി അവതരിച്ചു. അതങ്ങയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പരീക്ഷിത് മഹാരാജാവ്. വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട ആ രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ആ ധർമ്മം ചര എന്ന വേദവാക്യത്തെ പ്രകാശിപ്പിക്കുന്നതിനായിക്കൊണ്ടാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. ഇതൊക്കെ വളരെ കൂടി ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ചുരുക്കി പറഞ്ഞപ്പോൾ അത് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാസഭഗവാൻ തൻ്റേതായ ശൈലിയിലൂടെ രാമായണത്തെ മുഴുവൻ നവമസ്കന്ധത്തിൽ ഒന്ന് നമ്മുടെ മുന്നിൽ വ്യാഖ്യാനിക്കുകയാണ്. ശ്രീശുകൗവാച ഖഡ്വാംഗോ ദീർഘബാഹുശ്ച രഹുസ്തസ്മാത് പൃഥുശ്രവാ അജസ്തതോ മഹാരാജ തസ്മാത് ദശരഥോഭവത്. ഖഡ്വാങ്കനിൽ നിന്നും ദീർഘബാഹുവിൽ നിന്നും രഘുവിൽ നിന്നും ആരാണ്? അജസ്തതോ, അജൻ
അജൻ്റെ മകനായിട്ട് മഹാരാജ തസ്മാത് ദശരഥോ അഭവത്. അജൻ്റെ മകനായിട്ട് ദശരഥൻ ജനിച്ചു. ആ ദശരഥൻ്റെ മകനായിട്ടാണ് ഭഗവാൻ അംശാംശേന, അതാണ് രണ്ടാമത്തെ ശ്ലോകം പറയുന്നത്. തസ്യാഭി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർത്ഥാഗാത പുത്രത്വം പ്രാർത്ഥിതസുരൈ. ദേവന്മാരൊക്കെ തന്നെ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. രാവണ കുംഭകർണാദികളൊക്കെ ആരാണ് നമുക്ക് നന്നായിട്ട് അറിയാം. വൈകുണ്ഠത്തിലിരുന്ന രണ്ടുപേരാണ് ഇവിടെ വന്ന് പതിച്ചിരിക്കുന്നത്. കേവലം ഒരു വാസന ഉള്ളിൽ രൂപപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇപ്പം എവിടെ നിൽക്കുകയാണ്? 3 ജന്മങ്ങൾ അസുര യോനിയിലേക്ക് പോയി. അപ്പം അനവധി കർമ്മവാസനകളുള്ള നമ്മളുടെ അവസ്ഥ പിന്നെ പറയുവാനുണ്ടോ? അപ്പോൾ ഇവിടെ രാവണനും കുംഭകർണനുമായിട്ട് വന്നു നിൽക്കുന്നു. അപ്പോൾ അവരാൽ ദേവന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. ഈ ദേവാസുര യുദ്ധം എന്നൊക്കെ പറയുന്ന അനുനിമിഷം ഇതൊക്കെ ഉള്ളിലാണേ നടക്കുന്നതേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അനുനിമിഷം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ. ഭഗവത്ഗീതയിലും ഇതൊക്കെ ആവർത്തിച്ച് പറയും. ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലൊക്കെ തന്നെയും ഈ സംഘട്ടനങ്ങളൊക്കെ തന്നെ, ധർമ്മസംഘട്ടനങ്ങളൊക്കെ തന്നെയും നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവും ഈ സംഘട്ടനത്തെ നേരിട്ട ആളാണ്. അവിടെ എങ്ങനെയാണ് രാമോ വിഗ്രഹവാൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമായി ഭഗവാൻ മാറിയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി മഹർഷി പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെ നമ്മൾ പോകേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് വരാം. തസ്യാവി ഭഗവാനേഷ സാക്ഷാത് ബ്രഹ്മമയോ ഹരി അംശാംശേന ചതുർത്ഥാഗാത് പുത്രത്വം പ്രാർത്ഥിതസുരൈ. ദേവന്മാരൊക്കെ അങ്ങോട്ട് ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ആ രാവണ കുംഭകർണാദികളുടെയൊക്കെ ആ ശല്യം സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കണം. അങ്ങനെ ഭഗവാൻ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രാമ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഇതി സംജ്ഞയ തസ്യാനുചരിതം രാജൻ ഋഷിഭി തത്വദർശിഭി. തത്വദർശികളായിരിക്കുന്ന ഋഷീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. ഇവിടെ ആരെയാണ് അവിടെ ഉപമിക്കുന്നത്? വാൽമീകി മഹർഷിയാണ്. വാൽമീകി മഹർഷിയാൽ രാമായണം വളരെ നേരത്തെ തന്നെ ഗാനം ചെയ്യപ്പെട്ടതാണ്. അത് അങ്ങേക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ അങ്ങ് പല പ്രാവശ്യം ഇത് കേട്ടിരിക്കുന്നു. ശ്രുതം ഹി വർണ്ണിതം ഭൂരി ത്വയാ സീതാപതേർമുഹു. അങ്ങ് പല പ്രാവശ്യം ഇത് കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല. ആ ശ്രീരാമചന്ദ്രൻ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ അവതാരം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ശ്ലോകത്തിൽ രാമായണം മുഴുവൻ വേദവ്യാസ മഹർഷി സംഗ്രഹിച്ചിരിക്കുന്നു. ആ ശ്ലോകം വളരെ ഗംഭീരമാണ്. ഗുരുവർത്ഥേ തെക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപതരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാശൂർപകർണഘ്യ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭ ത്രസ്താബ്ധിർ ബദ്ധസേതു ഖലദേവദഹന കോസലേന്ദ്രോ അവതാംനഃ. അങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗുരുവർത്ഥേ. അത് സന്ദർഭോചിതമായിട്ട് ഇവിടെ ഗുരു എന്നുള്ള ശബ്ദത്തിന് നമുക്കിവിടെ ദശരഥൻ മഹാരാജാവിൻ്റെ ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നർത്ഥം എടുക്കുന്നുണ്ട്. തെറ്റില്ല. അങ്ങനെയുള്ള അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ഭഗവാന് സ്വന്തം രാജ്യത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. പിന്നെന്താണ് പറയുന്നത്? വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ. അങ്ങനെ താമരപ്പൂ പോലെയുള്ള ആ മൃദുവായ പാദം, സീതാദേവിയുടെ തലോടൽ കൊണ്ട് പോലും വേദനിക്കുന്ന അങ്ങനെയുള്ള പാദം എവിടെയാണ് സഞ്ചരിച്ചത്? കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആ ഘോരവനത്തിൽ അങ്ങനെ യാത്ര ചെയ്തു. പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം. അദ്ദേഹത്തിൻ്റെ വഴിയിലുള്ള തടസ്സങ്ങളെ മാർജനം ചെയ്യുന്നതിനായിട്ട് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഹനുമാൻ സ്വാമിയും ലക്ഷ്മണസ്വാമിയുമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്ത് നേരിട്ടു?
വൈരൂപ്യാത് ശൂർപ്പകർണഘ്യ. ശൂർപ്പണഖ സീതാദേവിയെ ഉപദ്രവിക്കാനായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് ശൂർപ്പണഖയ്ക്ക് എന്ത് ചെയ്തു? വൈരൂപ്യത്തെ വരുത്തി. അതോടുകൂടി ഈ വൃത്താന്തമൊക്കെ ആരടുത്ത് എന്ന് കേൾപ്പിച്ചു? രാവണാദികളുടെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്നോ, എനിക്ക് എൻ്റെ കാര്യം പോട്ടെ, അവിടെ വലിയ ഒരു സുന്ദരിയായ ഒരു സ്ത്രീരത്നം അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് സീതാദേവിയുടെ മഹത്വത്തെ പറ്റി രാവണൻ്റെ മുന്നിൽ അങ്ങോട്ട് പറഞ്ഞതോടുകൂടി എന്തോ ചെയ്തു? ഭഗവാന് സീതാദേവിയെ നഷ്ടപ്പെട്ടു. അങ്ങനെ വൈരൂപ്യാശുർപ്പകണ്ണഘ്യ പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭ ത്രസ്താബ്ധിർബദ്ധസേതു കലദവദഹന കോസലേന്ദ്രോ അവതന്ന. അങ്ങനെ അവസാനം ആ സീതാദേവിയെ മോചിപ്പിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നു? ചിറകെട്ടേണ്ടി വന്നു. ആ വരുണനെ പ്രാർത്ഥിച്ചു നോക്കി. വരുണൻ പ്രത്യക്ഷപ്പെടാതെ വന്നതോടുകൂടി ഭഗവാന്റെ പുരികൾ കൊടികൾ അല്പം ദേഷ്യത്തോടു കൂടി ഒന്ന് ആ വരുണനെ ക്രോധത്തോടുകൂടി നോക്കിയപ്പോൾ തന്നെ വരുണൻ ഭഗവാന് വഴിമാറിക്കൊടുത്തു. എന്നാലും അങ്ങയുടെ ആ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അങ്ങ് സേതുബന്ധനം നടത്തിക്കൊണ്ട് തന്നെ ഗംഗയിലേക്ക് പോയി ആ സീതാദേവിയെ മോചിപ്പിക്കൂ. അതുപോലെ തന്നെ ആ അസുരന്മാരെ, രാക്ഷസാദി ദുഷ്ടന്മാരായവരെയൊക്കെ തന്നെയും വധിച്ച് ആ ഭഗവാൻ സീതാദേവിയെ സ്വീകരിച്ചാലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒറ്റ ശ്ലോകത്തിൽ രാമായണം വേദവ്യാസൻ സംഗ്രഹിച്ചങ്ങോട്ട് വെച്ചു. അതൊരു വന്ദനം, ശ്രീരാമ ഭഗവാന്റെ ഒരു വന്ദനമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതോടുകൂടി ഇത് കാര്യം ഭഗവാന്റെ കഥ എന്ന് പറയുന്നത് വളരെ ഗഹനമായ വിഷയമാണ്. ഇത് അത്ര അങ്ങോട്ട് ചുരുക്കി പറയരുത്, വിശാലമായി വിശദമായിട്ട് പറയണം. അപ്പം അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, വിശ്വാമിത്രധ്വരേന മാരീചാദ്യ നിശാചരാ പശ്യതോ ലക്ഷ്മണസ്യൈവ ഹതാ നൈതപുങ്കവാ. പിന്നെ സീതാദേവിയുടെ ആ സ്വയംവരമൊക്കെയാണ്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സീതാദേവിയെ സ്വീകരിക്കുന്ന ആ രംഗമൊക്കെ വരികയും യാഗവിഘ്നം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ മാരീചൻ, സുബാഹു തുടങ്ങിയവർ വന്ന് വിശ്വാമിത്രൻ്റെ യാഗം മുടക്കുന്നതും അവിടെ മാരീചനെയും സുബാഹുവിനെയൊക്കെ വധിച്ച് ഭഗവാൻ നേരെ എവിടേക്ക് പോയി? മിഥിലാപുരിയിലേക്ക് പോയി. അവിടെ ഒരു വലിയൊരു ശൈവചാപം 300 പേരാണ് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെയുള്ള വലിയൊരു ശൈവചാപം എന്ത് ചെയ്തു? ആദായ ബാല ഗജലീല, ഒരു ആന കരിമ്പ് പിടിച്ചൊടിക്കുന്നത് പോലെ ആ ശൈവചാപം പിടിച്ചൊടിച്ച് ആ വില്ലൊടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? സീതാദേവിയെ ഭഗവാൻ സ്വയംവരം ചെയ്തു. നമ്മൾ ഈ ശ്രീരാമ ചരിതം ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിത്വാനുരൂപ ഗുണശീല വയോംഗരൂപം സീതാഭിതാം ശ്രിയമുരസ്യഭിലബ്ധമാനാം മാർഗേ വ്രജൻ. ഉടനെ ആരാ തിരിച്ച് ഭരത ശത്രുഘ്നന്മാരുടെയൊക്കെ 8 വിവാഹം അവിടെ നടന്നു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, അങ്ങനെ ആ സഹോദരന്മാരുടെ എല്ലാവരുടെയും വിവാഹം നടന്ന് തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന വഴിയിൽ മാർഗേ വ്രജൻ ഭൃഗുപതേർ, അങ്ങനെ പരശുരാമസ്വാമിയെ ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഷ്ണവ ചൈതന്യത്തെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ദർപ്പം മഹീമകൃതയസ്ത്രിരാജബീജാം, അങ്ങനെ പരശുരാമസ്വാമിയുടെ ഗർവം ഇല്ലാതാക്കി എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ശ്രീരാമചന്ദ്രൻ്റെ ആ അവതാരത്തെ നമ്മൾ ഒന്നാകെ എടുത്ത് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ, ശ്രീരാമൻ, വാൽമീകി മഹർഷി തന്നെ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവാനാം ഇവ വാസമ. ശ്രീരാമൻ ധർമ്മവിഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ ചെയ്തിരിക്കുന്നവയൊക്കെ തന്നെയും എന്തായിരിക്കും? ധർമ്മം തന്നെയാണല്ലോ. പക്ഷേ ഇന്നും പലരും ശ്രീരാമചന്ദ്രപ്രഭു
എന്തിനാണ് അവസാനം പൂർണ്ണഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ ഉപേക്ഷിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാലിവധത്തിൻ്റെ ഔചിത്യം എന്താണ്? ധർമ്മത്തിൻ്റെ വിഗ്രഹമായിരിക്കുന്ന ഒരു മൂർത്തി എന്തിനാണ് ബാലിയെ ഒളിച്ച് അമ്പെയ്ത് കൊന്നത്? ഇത് ധർമ്മമാണോ എന്നുള്ള ചോദ്യം ഇന്നും ചില പുരോഗമനക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ രാമായണം ശരിയാവണ്ണം മനസ്സിലാക്കണമെങ്കിൽ ഒരു സമഗ്രമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തെ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അനവധി കഥകൾ പറഞ്ഞിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞതൊന്നും സത്യമല്ല, എല്ലാം ആ പരമസത്യത്തിൻ്റെ വെറും പ്രകടനം മാത്രമാണ്, അതുകൊണ്ട് വസ്തു ഒന്നേ ഉള്ളൂ എന്നാണ് ഭാഗവതവും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ലാത്തത്, അതാണ് പരിപൂർണമായ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമഗ്രമായ അറിവിൽ നിന്നുകൊണ്ട് വേണം എന്തു ചെയ്യാൻ? നമ്മൾ അല്പമായ വിഷയങ്ങളെ വ്യാഖ്യാനിക്കുവാൻ. ഹോൾ വ്യൂ എന്ന് പറയും. നമുക്കൊരു മൊത്തത്തിലുള്ളൊരു വീക്ഷണം, ആ ഏക വീക്ഷണത്തോടു കൂടി താഴേക്കിറങ്ങി വന്ന് ചെറിയ ചെറിയ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റത്തില്ല. അല്ലെങ്കിൽ എന്തു ചെയ്യും? നമുക്ക് ഭാഗികമായ വീക്ഷണം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പം പറഞ്ഞ പോലെ ശ്രീരാമൻ പൂർണ്ണഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്ന് പറയും, ബാലിയെ ഒളിച്ചു നിന്ന് വധിച്ചത് ശരിയായില്ല എന്ന് പറയും. കാര്യം എന്താണ്? സമഗ്രമായിരിക്കുന്ന ബോധം ഇല്ല എന്ന് പറയും. അപ്പോൾ ശ്രീരാമൻ്റെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി, അദ്ദേഹം ആരാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ? ഈ വിഷയങ്ങളെയൊക്കെ തന്നെ നല്ലവണ്ണം മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് നമുക്കറിയാം, വേദവ്യാസ മഹർഷി മഹാഭാരതം രചിച്ചിരിക്കുന്ന വേളയിൽ തന്നെ, മഹാഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു വലിയൊരു സൈക്കോളജിക്കലായിട്ടുള്ള മനുഷ്യ മനസ്സിനെ അപഗ്രഥനാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം അപഗ്രഥിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. 1,00,000 ചില്ലുവാനും ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ആ മഹാഭാരതത്തിൽ തന്നെ ഇത്തരത്തിൽ ചില സംശയങ്ങൾ വേദവ്യാസം ഉന്നയിച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള അല്പജ്ഞാനികൾ നാളെ ഇത് പറയുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ വേദവ്യാസ ഭഗവാന് ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മബോധത്തിൽ സംശയം ഉണ്ടായിട്ടല്ല. നമ്മൾ നാളെ ഇത് പറയും, ശ്രീരാമൻ പൂർണ്ണഗർഭിണിയായിരിക്കുന്ന സീതാദേവി ഉപേക്ഷിച്ച് ശരിയായില്ല എന്ന്. അതായത് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചൂതിന് ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ ചൂതിന് ക്ഷണിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പരാജിതനായി, എല്ലാം നഷ്ടപ്പെട്ടു, ധൃതരാഷ്ട്രം മടക്കി കൊടുത്തു. രണ്ടാമതും ശകുനിയുടെ പ്രേരണയാൽ വീണ്ടും ചൂതിന് ക്ഷണിക്കപ്പെടുകയാണ്. അന്നേരം ചൂതിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ യുധിഷ്ഠിരൻ പറയുകയാണ്, ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബലം വേണ്ടേ? അസംഭവം ഹേമമയസ്യ ജന്തോ തഥാപി രാമോ രുരുഭേ മൃഗായ പ്രായസമാസാന പരാഭവാനാം ധിയോ വിപര്യസ്തു തരം ഭവന്തി. ഹേമമയം, അതായത് സ്വർണ്ണ നിറമുള്ള സ്വർണ്ണമാൻ എന്ന് പറയുന്ന വാസ്തവത്തിലുണ്ടോ? അങ്ങനൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്തൊരു സ്വർണ്ണമാനിൻ്റെ പുറകെ രാമൻ പോയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ധിയോ വിപര്യസ്തു, ബുദ്ധിമാന്മാർക്ക് പോലും ചില സമയത്ത് നേരെ വിപരീതമായ ചിന്തകൾ കൊണ്ട് ബുദ്ധി ഭ്രമം സംഭവിച്ചു പോയേക്കാം. ആരെ കൂട്ടുപിടിക്കുകയാണ്? രാമന് ഇതുപോലെ അല്പം ഇല്ലാത്ത സ്വർണ്ണമാനിനെ തേടി രാമൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആര് പറയുകയാണ്? ഇവിടെ പറയുന്ന ആരാണ്? യുധിഷ്ഠിരൻ പറയുകയാണ്. ചൂതിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ രാമനെ കൂട്ടുപിടിച്ചുകൊണ്ട്, കാര്യം നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു തലത്തെയാണ് അവിടെ വേദവ്യാസ ഭഗവാൻ അപഗ്രഥിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. നമ്മൾ പലതും തെറ്റ് ചെയ്തിട്ട് അയാൾക്ക് അങ്ങനെ പറ്റി, അതുകൊണ്ട് എനിക്കും ഇങ്ങനെ പറ്റിയതിൽ തെറ്റില്ല എന്ന് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ നടത്താറുണ്ട്. ഇനി മഹാഭാരതത്തിൻ്റെ വേറൊരു സ്ഥലത്തും ഇതുപോലെ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ദ്രോണർ അതിഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ ദ്രോണരെ കൊണ്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരും മുഴുവൻ നാമാവശേഷമായി പോകും. അപ്പോൾ പാണ്ഡവരില്ലാതായി തീരണമെങ്കിൽ ദ്രോണരില്ലാതാവണം.
ദ്രോണരെ മാനസികമായിട്ട് തകർക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ദ്രോണരുടെ സ്നേഹനിധിയായ പുത്രൻ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തണം. അപ്പോൾ പലരും, ഭീമസേനൻ തുടങ്ങിയവരൊക്കെ പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചുപോയി. കാര്യം ഭീമസേനൻ പറഞ്ഞാലൊന്നും ആര് കേൾക്കത്തില്ല, ദ്രോണർ കേൾക്കത്തില്ല. കാര്യം ഏത് നേരവും സാഹിത്യത്തിനനുസരിച്ച് എന്തു വാക്കും മാറ്റി പറയാൻ വലിയ മടിയൊന്നും ഇല്ലാത്ത ആളാണ് ഭീമസേനൻ. ധാരാളം പൊളി വചനങ്ങളൊക്കെ പറയുന്ന ആളാണ്. അതുകൊണ്ട് ഭീമസേനൻ പറയുന്നില്ലെന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല ദ്രോണർക്ക്. അപ്പോൾ ഉടനെ ഉണ്ണി, ആ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ, യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും ധർമ്മത്തിന് അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നു. യുധിഷ്ഠിരനോട് ചോദിച്ചു, എൻ്റെ മകൻ മരണപ്പെട്ടുവോ? അതോടുകൂടി ദ്രോണാചാര്യരും യുധിഷ്ഠിരനും തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തേക്ക് ആര് ഓടിയെത്തുകയാണ്? അർജുനൻ്റെ രഥത്തിൽ നിന്നും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഓടിയെ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇപ്പം നേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പരിപൂർണമായിട്ടും ഇല്ലാതാവും. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യണം? ഒരു കള്ളം പറഞ്ഞേ പറ്റൂ. ആരാണ് പറയുന്നത്? ഭഗവാൻ. സത്യവ്രതം ത്രിസത്യം സത്യസ്യ. ഭാഗവത്തിൽ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ നിലനിൽപ്പ് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ആ വാക്കുകൾക്ക് അവിടെ പ്രാധാന്യം, സന്ദർഭം അനുസരിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ യുധിഷ്ഠിരൻ പറയുന്നു, അശ്വത്ഥാമ, ഇവിടെ ഒരു ആനയ്ക്ക് പേരിട്ടിരിക്കുന്നു അശ്വത്ഥാമാവ്, അതിനെ കൊന്ന കാര്യമാണ് പറയുന്നത്. എന്തായാലും അതോടുകൂടി അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് മനസ്സിലാക്കി. ദ്രോണാചാര്യ തേർത്തട്ടിൽ തളർന്നിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടെ ആ രംഗം, അങ്ങനെ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അശ്വത്ഥാമാവ് ആരിയ്ക്കുമ്പോൾ ദ്രോണാചാര്യ ഇരിക്കുമ്പോഴാണ് ധൃഷ്ടദ്യുമ്നൻ അങ്ങോട്ട് തേരിലേക്ക് കയറി ദ്രോണാചാര്യരുടെ തല വെട്ടുന്നത്. അതോടുകൂടി അർജുനൻ ആരോട് പറയും? ധൃഷ്ടദ്യുമ്നനോട് പറയുകയാണ്, ചിരം സ്ഥാസ്യതി ചാകീർത്തി ത്രൈലോക്യേഷു ചരാചരേ രാമേ ബാലിവധാരിയന്തു ഏവം ദ്രോണേ നിപാതതേ. ബാലിവധത്തിൽ ആർക്ക് ദുഷ്പേരുണ്ട്? രാമന് ദുഷ്പേരുണ്ട്. അതുപോലെ എന്നും നിനക്കെന്ത് ദുഷ്പേരുണ്ടാവും? ഹേ ധൃഷ്ടദ്യുമ്ന, നീ ചതിച്ചാണ് ആരെ കൊന്നത്? ദ്രോണരെ വധിച്ചിരിക്കുന്നത്. ഇതും ഒരു സൈക്കോളജിക്കലാണ്, ഒരു അപ്രോച്ചാണ്. മനുഷ്യ മനസ്സിനെ അപഗ്രഥനാത്മകമായിട്ട് വ്യാസൻ മഹാഭാരതത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഈ രണ്ട് സന്ദർഭത്തിൽ രാമൻ ചെയ്തത് ശരിയായില്ല എന്ന് വേദവ്യാസ മഹർഷി തന്നെ മനുഷ്യ മനസ്സിനെ അപഗ്രഥനാത്മകമായി പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെയും നമ്മൾ ശരിയായ രീതിയിൽ വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ രാമായണം എന്തിനു വേണ്ടി രചിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു A+B² എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു തിയറി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ലോജിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ധർമ്മം ചര, വേദവാക്യമായിരിക്കുന്ന ധർമ്മം ചര എന്ന വേദവാക്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ അവതാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ എന്തിന് പ്രാധാന്യം? ധർമ്മസംഘട്ടനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ജീവിതത്തിൽ മുഖ്യധർമ്മമെന്നും ഗൗണധർമ്മമെന്നും പറയുന്ന ധർമ്മങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് മക്കളോട് ധർമ്മമുണ്ട്, ഭാര്യയോടൊരു ധർമ്മമുണ്ട്, അമ്മയോടൊരു ധർമ്മമുണ്ട്, സഹോദരനോട് ധർമ്മമുണ്ട്. ഓരോരോ ധർമ്മങ്ങൾ നമുക്കുണ്ട്. ഇനി ഞാനൊരു ഭരണാധികാരിയാണെങ്കിൽ എനിക്ക് ധർമ്മം, രാഷ്ട്രത്തോടും ധർമ്മമുണ്ട്. ഇങ്ങനെ പല പല ധർമ്മങ്ങൾ ഓരോ വ്യക്തിക്കും. ഒരു ഭരണാധികാരി ഒരേ സമയം ഭർത്താവുമാണ്, അതോടൊപ്പം തന്നെ ആരുമാണ്? രാജ്യത്തിൻ്റെ മുഴുവൻ പ്രജകളെ പരിപാലിക്കുന്ന രാജാവുമാണ് എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് എന്ത് നേരിടേണ്ടി വരും? ധർമ്മസംഘട്ടനം അദ്ദേഹത്തിൻ്റെ മുന്നിൽ രൂപപ്പെടും. അങ്ങനെ ധർമ്മം, അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? മുഖ്യധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ഗൗണത്തെ ഉപേക്ഷിക്കുകയാണ്. തൻ്റെ ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ, മകൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സർക്കിള് രാഷ്ട്രത്തെ ഒന്നാകെ സങ്കല്പിക്കുമ്പോൾ അത് വളരെ കേവലം ചെറിയൊരു സർക്കിളാണ്.
ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് മാത്രം നിലനിൽക്കുന്ന ബന്ധമാണ്, ശരിയല്ലേ? നേരെ മറിച്ച് ഞാൻ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ ധർമ്മത്തിന് നിരക്കാത്തതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെയും രാമൻ ഗൗണത്തെ ഉപേക്ഷിച്ച് മുഖ്യധർമ്മത്തെ എന്ന് പറഞ്ഞാൽ രാമനിലൂടെ രാജധർമ്മത്തെയാണ് ആര് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? ഭഗവാൻ. ആരാണ്? വാൽമീകി മഹർഷി. രാമൻ എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ അവതരിച്ചത്? ധർമ്മമാചരിക്കൂ നിങ്ങൾ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ധർമാൻ ന പ്രമദിതവ്യം, ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അപ്പോൾ അപ്പോഴാണ് ധർമ്മം തന്നെ. ഇപ്പം ഒരേ അച്ഛൻ ക്ലാസ് റൂമിലിരുന്ന് പഠിപ്പിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ അച്ഛനാണ് ക്ലാസ് റൂമിൽ അധ്യാപകനാണ്. തൻ്റെ മകനും കൂടെ ക്ലാസ്സിലിരിക്കുമ്പോൾ 30 കുട്ടികളുണ്ടെങ്കിൽ 29+1 എന്ന് താൻ കരുതുകയാണെങ്കിൽ ഞാൻ ആ അധ്യാപകൻ നല്ലൊരു അധ്യാപകനെ അല്ല. നേരെ മറിച്ച് 30 കുട്ടികളെയും ഒരേപോലെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ അധ്യാപകനായി. അപ്പോൾ പ്രജകളെയുള്ളൂ രാജാവിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ആ രാജധർമ്മത്തിനാണ് ശ്രീരാമൻ പ്രാധാന്യം കൊടുത്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമൻ്റെ ചെയ്തികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമോ വിഗ്രഹവാൻ ധർമ്മ, അത് വളരെ വലിയൊരു ഗഹനമായ വിഷയമാണ്, നമുക്കങ്ങനെ മനസ്സിലാവുകയില്ല. ഇങ്ങനെ ഈ ധർമ്മസംഘട്ടനങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഈ മുഖ്യധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ഗൗണത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് രാമ ദ ഐഡിയൽ ഹീറോയിക് ഏജസ്. മാതൃകാ പുരുഷൻ, മര്യാദാ പുരുഷോത്തമനാണ് രാമൻ. എന്നിട്ട് പറയാണ് രാമ ദ ഐഡിയൽ സൺ. രാമൻ ആരാണ്? മാതൃക ഉത്തമനായ പുത്രനാണ്. ഇനി പറയാണ് ദ ഐഡിയൽ ബ്രദർ, ഉത്തമനായ സഹോദരനാണ് രാമൻ. ദ ഐഡിയൽ ഹസ്ബൻഡ്. രാമൻ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഏകപത്നി വ്രതധരനായിരുന്നു ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സീതാദേവിയല്ല മറ്റൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുന്നിലില്ല. ഇനി സ്വാമിജിയുടെ വാക്കാണ് ആൻഡ് എബവ് ഓൾ ദ ഐഡിയൽ കിങ്. എല്ലാറ്റിലും ഉപരി രാമൻ പ്രാധാന്യം കൊടുത്ത് എന്തിനാണ്? രാജധർമ്മത്തിനാണ്, രാഷ്ട്രധർമ്മത്തിനാണ്. അതുകൊണ്ടാണ് രാമരാജ്യം മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്തതല്ലേ. അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ലപ്പാ ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭു നമുക്ക് ഇന്നും അദ്ദേഹത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ കാരണം ഭഗവാന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടേ. ആ ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് സീതാദേവിയെ അദ്ദേഹം ത്യജിക്കുമ്പോൾ ഭർത്താവായ രാമൻ ഇപ്പുറത്ത് മാറി പൊട്ടിക്കരയുകയാണ്. മനസ്സിലാവത്തില്ല നമുക്ക്. അപ്പം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ ധർമ്മസംഘട്ടനങ്ങളൊക്കെ നടക്കുന്ന വേളയിൽ എന്തു ചെയ്യുന്നു? ആ മുഖ്യമായിരിക്കുന്ന ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് ഗൗണമായിരിക്കുന്നതിനെയൊക്കെ തന്നെയും അദ്ദേഹം ഉപേക്ഷിച്ചു. തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം മാറ്റിവെച്ചു എന്ന് സീതാദേവി തന്നെ പറയുന്നുണ്ട്. വില്ലങ്ങോട്ട് ഒടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനക മഹാരാജാവിന് തിടുക്കമായി ഉദകപൂർവം തന്നെ ആർക്ക് ദാനം ചെയ്യുവാൻ? ശ്രീരാമചന്ദ്രന് ദാനം ചെയ്യുവാൻ ജനകൻ അങ്ങോട്ട് തിടുക്കമായി. അപ്പോൾ ഉടനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ആരെ സ്വീകരിക്കില്ല? സീതാദേവിയെ കാര്യം ആരുടെ വാക്ക് അനുവാദം വേണം? എൻ്റെ അച്ഛൻ്റെ അനുവാദം എനിക്ക് ആവശ്യമുണ്ട്. ഉടനെ തന്നെ അവിടുന്ന് ആരെ പറഞ്ഞയച്ചു? നേരെ അയോധ്യയിലേക്ക് പോയി അവിടെ ദശരഥ മഹാരാജാവിനോട് ഇങ്ങനൊരു സംഭവം നടന്നുവെന്നും വിവാഹത്തിനുള്ള അനുവാദം തരണമെന്നും പറഞ്ഞ് ദശരഥ മഹാരാജാവും ബാക്കിയുള്ള അനുജന്മാരും ഒക്കെ എത്തി ശേഷമാണ് അവിടെ ആ 4 മക്കളുടെയും വിവാഹം നടക്കും. നോക്കൂ, ഒരു മകനെന്ന നിലയ്ക്ക് അച്ഛനോടുള്ള ആ ധർമ്മബോധം, ഇത് വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ സീതാദേവി പറയുന്നതായിട്ട് കാണാൻ സാധ്യമല്ല വാൽമീകി രാമായണം. നേരെ മറിച്ച് ആരണ്യകാണ്ഡത്തിൽ അനസൂയയും സീതാദേവിയും തമ്മിലുള്ള സംവാദത്തിൽ സീതാദേവി പറയുന്നുണ്ട്, ഉദകപൂർവം എൻ്റെ അച്ഛൻ എന്നെ രാമന് ദാനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ രാമൻ എന്ത് ചെയ്തില്ല? ദീയമാനാം നതു തഥാ പ്രതിജഗ്രാഹ രാഘവ അവിജ്ഞായ പിതുശബ്ദം അയോധ്യാധിപതേ പ്രഭോ. അച്ഛൻ്റെ വാക്കെന്താണ്?
അച്ഛൻ്റെ ഇംഗിതം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് അന്ന് രാമൻ ആരോട് പറഞ്ഞു? ഇവിടെ ജനക മഹാരാജാവിനോട് പറഞ്ഞു എന്ന് സീതാദേവി അനസൂയയോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ധർമ്മബോധത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ അവസ്ഥയിലാണ് ആരുണ്ടായിരുന്നത്? ഭഗവാൻ ഇരുന്നിരുന്നത്. പിന്നീട് വീണ്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി രണ്ടാമത് വീണ്ടും നോക്കുക. ഭഗവാൻ നാളെ അഭിഷേകം നടത്താൻ പോകുന്നുവെന്ന് ദശരഥ മഹാരാജാവ് പൗരജനങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ട് പറയുകയാണ്. അതിനുശേഷം പിന്നീട് രാമനും ദശരഥനും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണം നടന്നതായിട്ടും രാമായണത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനും ശത്രുഘ്നനും ഇല്ലാത്ത സന്ദർഭത്തിൽ ദശരഥൻ ആ ചെയ്ത് തെറ്റാണ്. ശരിക്കും ഭരതനെയും കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം ശ്രീരാമൻ്റെ പട്ടാഭിഷേകം, ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം വൃത്താന്തം അറിയിക്കുവാൻ. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. നേരെ മറിച്ച് ധർമ്മമല്ല എന്നറിയാമായിരുന്ന രാമൻ അതിനെ എതിർത്തതായിട്ടും രാമായണത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇത് പിന്നീട് രഹസ്യ സംഭാഷണം എന്താണ് എന്ന് ഞാനും എൻ്റെ അച്ഛനായ ദശരഥൻ തമ്മിൽ ഒരു രഹസ്യ സംഭാഷണം ഉണ്ടായി എന്ന് പറഞ്ഞുവല്ലോ. അതെന്താണെന്ന് പിന്നീട് ഭരതൻ ശ്രീരാമനെ വനത്തിൽ ദർശിക്കാൻ പോകുന്ന വേളയിൽ ശ്രീരാമചന്ദ്ര പ്രഭു ഭരതനോട് പറയുന്നു, പുരാ ഭ്രാതാ പിതാ നസ്തേ മാതരം തേ സമുദ്വഹൻ മാതാമഹേ സമൂശ്രൗഷി രാജ്യശുൽക്കം അനുത്തമം. അല്ലയോ ഭരത, നിൻ്റെ അമ്മയെ നമ്മുടെ അച്ഛൻ വിവാഹം ചെയ്യുന്ന വേളയിൽ നമ്മുടെ അച്ഛൻ നിൻ്റെ മുത്തച്ഛനൊരു വാക്ക് കൊടുത്തിരുന്നു, നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യാം. അപ്പോൾ ഇനിയും പിതാവിനെ വേണമെങ്കിൽ നിഷേധിച്ചുകൊണ്ട് ഭരതനെ തന്നെ ഇങ്ങനൊരു കാര്യം കിടക്കുമ്പോൾ രാജാവായി അഭിഷേകം ചെയ്യുന്നതാണ് ശരിയെന്ന് രാമൻ പറഞ്ഞതായിട്ട് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പൗരജനങ്ങളുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി തീരുന്ന ആരാണ്? പൗരജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് നാളെ രാമൻ യുവരാജാവായി മാറും. രാമൻ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ ക്ഷീണം വരുന്നത്? ദശരഥനാണ്, അല്ലേ? അപ്പം അച്ഛനോടുള്ള ആ ധർമ്മബോധം എല്ലാ കാലത്തും ശ്രീരാമചന്ദ്രൻ മുറുകെ പിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം മകൻ എന്ന നിലയിൽ അച്ഛനോടുള്ള ധർമ്മബോധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു രംഗത്തോടുകൂടി കാണാൻ സാധിക്കും. ഇനിയും പറയുകയാണ്, ലക്ഷ്മണൻ പറയുകയാണ്, ഞാൻ അച്ഛന് പ്രായമൊക്കെ ആയി, അങ്ങനെ പലതും പറയും. ജ്യേഷ്ഠ, അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ട് ഞാൻ വേണമെങ്കിൽ അങ്ങേ യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള വേണ്ട ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറയുമ്പോൾ രാമൻ എന്താണ് പറയുന്നത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണിയും നിനക്കിതല്ല ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭരതനെ യുവരാജാവാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്നെ വനത്തിലേക്ക് അയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ വിപരീതമായി ഞാൻ കയറി ഇവിടെ സിംഹാസനസ്ഥനായിക്കഴിഞ്ഞാൽ ആരുടെ വാക്ക് തെറ്റും? നമ്മുടെ അച്ഛൻ്റെ വാക്ക് തെറ്റും. അതുകൊണ്ട് എനിക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വനമാണ്. രാജ്യം ആർക്കാണ്? ഭരതനാണ്. അതുകൊണ്ട് അച്ഛന് എന്തെങ്കിലും പേരുദോഷം വന്നു കഴിഞ്ഞാൽ പരലോകഭയാൽ ഭീതോ നിർഭയോസ്തു പിതാമമ. പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം എൻ്റെ അച്ഛനുണ്ടാവും. വാഗ്ദാന ലംഘനം, വാക്ക് ലംഘനം നടത്തിക്കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ ആ ദുഃഖം എൻ്റെ അച്ഛൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ് ശരി. ഞാൻ വനത്തിലേക്കും ആണ് പോകുന്നത്. നീ എന്ത് ചെയ്താ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരാണ് രാജ്യം ഭരിക്കേണ്ടുന്നത്? ഭരതനാണ് രാജ്യം ഭരിക്കേണ്ടുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ ആ ഓരോ പ്രവൃത്തികളെയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ധാരാളം നഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ആ വ്യക്തിപരമായ നഷ്ടങ്ങളെയൊക്കെ സന്തോഷപൂർവം സഹിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രണ്ടാമത് എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു, ഏത്? ബാലിവധം. ആ ബാലിവധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് മുമ്പൊരു കാര്യം കൂടെ പറയണം. ശ്രീരാമചന്ദ്രൻ ധർമ്മബോധത്തെപ്പറ്റി പറയുന്ന രംഗം, രാമനും രാവണനും തമ്മിൽ 2 പ്രാവശ്യം നേർക്ക് നേരെ നിന്ന്
യുദ്ധം ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം യുദ്ധം ചെയ്യുന്നതിൽ ഒരു പ്രാവശ്യം എല്ലാം തൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ആയുധങ്ങളാലും നഷ്ടപ്പെട്ട് തേരെല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന രാവണനെ കണ്ടപ്പോൾ അവിടെ ഉടനെ രാമൻ പറഞ്ഞത്, ഹേ രാവണ, ഒരൊറ്റ അസ്ത്രം കൊണ്ട് എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? വേണമെങ്കിൽ ഇപ്പം കൊല്ലാം. പക്ഷേ നീ നേരെ ലങ്കയിലേക്ക് പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമൊക്കെ വരുത്തി വീണ്ടും യുദ്ധത്തിന് വന്നാൽ അന്ന് നീ ആരുടെ ശക്തി അറിയും? രാമബാണത്തിൻ്റെ ശക്തി അറിയും. അപ്പം ഇങ്ങനെ ഈ രീതിയിലൊരു തീരുമാനമെടുക്കുവാൻ തൻ്റെ ശത്രുവിനെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ അവതാരം ഉണ്ടായത്, രാവണനെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ്. അങ്ങനെയുള്ള രാവണനെ മുന്നിൽ കണ്ടപ്പോൾ, ആയുധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ വേണമെങ്കിൽ കൊല്ലാമെന്നിരിക്കെ കൊല്ലാതെ അദ്ദേഹത്തെ വിട്ട രാവണനുള്ള ധർമ്മബോധത്തെ ഇത് ആർക്കാണ് സാധിക്കുക? തൻ്റെ ശത്രു മുന്നിൽ നിരായുധനായി നിൽക്കുമ്പോൾ പോലും ധർമ്മത്തെയാണ് ഭഗവാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും രാമായണത്തിൽ കാണാൻ സാധിക്കും, രാവണനെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം വിഭീഷണൻ രാവണൻ്റെ ഉദകക്രിയകൾ ചെയ്യുന്നതിനായി വൈമുഖ്യം കാണുകയാണ്. എൻ്റെ ജ്യേഷ്ഠനൊരു മഹാപാപിയാണ് ശ്രീരാമചന്ദ്ര പ്രഭു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, പിണ്ടം വയ്ക്കില്ല, എനിക്കതിനുള്ള താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഭഗവാൻ പറയുന്നത്, മരണം തഞ്ച വൈരാണി നിവൃത്തം ന പ്രയോജനം പ്രിയതാമസ്യ സംസ്കാരോ മമാപ്യേഷ യഥാ തവ. മരണത്തോടുകൂടി എല്ലാ വൈര്യവും അവിടെ തീരുകയാണ്. അതുകൊണ്ട് നിനക്ക് രാവണൻ എങ്ങനെയാണോ അപ്രകാരം തന്നെയാണ് എനിക്കും രാവണൻ. നീ ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ അതാര് ചെയ്യും? ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരാൾ ആര് പറയും? ആലോചിച്ച് നോക്കൂ. ഈ രാമനാണ്, അതായത് രാവണനോട് ഇങ്ങനെ പെരുമാറിയ ഒരു ശ്രീരാമചന്ദ്രനാണ് ബാലിയെ ഒളിച്ചു നിന്ന് അമ്പെയ്തു എന്നുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കുന്ന. ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പം അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വം നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അപ്പം അതിനെന്ത് ചെയ്യണം? ആ സന്ദർഭത്തിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ബാലി സുഗ്രീവന്മാർ തമ്മിൽ വൈര്യമുണ്ടായിരുന്നു എന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം സുഗ്രീവനുമായിട്ട് ഭഗവാനുള്ള സഖ്യമുണ്ടായി. അതിനുശേഷം സുഗ്രീവൻ ഈ വിവരങ്ങളൊക്കെ അവതരിപ്പിച്ചു. പരസ്പരം രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഈ സൂര്യന് താഴെ എവിടെ സീതാദേവി ഉണ്ടായിരുന്നാലും സീതാദേവി അങ്ങയുടെ മുന്നിൽ ഞാൻ കൊണ്ടു ചെന്നെത്തിക്കാം. അപ്പോൾ അതോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭുവും പറഞ്ഞു, ബാലിയിൽ നിന്ന് ഇങ്ങനെ ഉപദ്രവമുണ്ട്, അതുകൊണ്ട് ബാലിയെ ഞാനും വധിച്ചേക്കാം. അപ്പം അങ്ങനെ സുഗ്രീവനും ബാലിയും തമ്മിൽ ഒരു അതിഭയങ്കരമായ ഘോര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ സുഗ്രീവൻ വളരെ പരാജിതനായി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആ പരാജയം സംഭവിച്ചതോടുകൂടി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എന്തു പറഞ്ഞു? നിങ്ങളെ രണ്ടുപേരും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന്. വാസ്തവത്തിൽ അതൊരു മുടന്തൻ ന്യായമാണ്. കാര്യം അവിടെ ആരൊക്കെ നിപ്പോണ്ട്? വൃക്ഷത്തിൻ്റെ മറവിൽ ശ്രീരാമചന്ദ്ര പ്രഭു നിപ്പോണ്ട്, ലക്ഷ്മണൻ നിപ്പോണ്ട്, ഹനുമാൻ നിപ്പോണ്ട്. അപ്പം സുഗ്രീവനെയും ബാലിയെയും തമ്മിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടെ ഹനുമാൻ നിപ്പോണ്ട്, ഹനുമാനോട് ചോദിച്ചാൽ പോരെ? ഹനുമാൻ അറിഞ്ഞൂടെ? അപ്പോൾ ഹനുമാനോട്, അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ എന്താണ് അപ്പോൾ അത് വേറെ ചില വിഷയങ്ങളാണ്. അപ്പം സീതാദേവി അല്ലല്ലോ, വിഷയം മാറിപ്പോയി. ഇവിടെ ഒരു 7 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. ആ 7 വൃക്ഷങ്ങൾ, അതായത് ബാലിയെ വധിക്കാൻ, അപ്പം ബാലിയെ വധിക്കാം എന്ന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ ബാലിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ബാലിയെ വധിക്കണമെങ്കിൽ ഇവിടെ ഒരു 7 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. ആ 7 വൃക്ഷങ്ങൾ വല്ലപ്പോഴും ബാലി വന്ന് അതിനകത്ത് തൻ്റെ ഒരു മൽപ്പിടുത്തം കാണിക്കാറുണ്ട്. അപ്പോൾ അതിനെയൊന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ശക്തി ഞാൻ അംഗീകരിക്കാം. അതോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ തുണീരത്തിൽ നിന്ന് ഒരു അസ്ത്രമെടുത്ത് ആ സപ്തസാലങ്ങളെയും ഭേദിച്ച് ആ അമ്പ് തൻ്റെ അവനാഴിയിൽ വന്നോടുകൂടി ബാലിയെ വധിക്കുന്നതിനായി
ഭഗവാന് ശക്തിയുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? സുഗ്രീവന് മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാലി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പരമഭക്തനാണ്. അങ്ങനെയുള്ള ആളെ വധിക്കണമെന്ന് ഭഗവാൻ വാസ്തവത്തിൽ ആഗ്രഹമൊന്നും വാസ്തവത്തിലില്ല. അതുകൊണ്ട് പറയുന്നത് ബാണൈഹി എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാണൈഹി ആശീവിഷോപമൈഹി എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ വിഷങ്ങൾ തേച്ചു വച്ചിരിക്കുന്ന അസ്ത്രങ്ങളാൽ ഞാൻ ആരെ കൊല്ലാം? ബാലിയെ വധിക്കാം. അതൊരു പ്രസ്താവനയായിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഉടനെ സുഗ്രീവൻ പറയുകയാണ്, ഒരു മനുഷ്യ മനസ്സിൻ്റെ ഒരു നമ്മളുടെയൊക്കെ നിമിഷം നമ്മുടെ ചിന്തകൾ മാറി 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 വരും. അപ്പം തന്നെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ വിഷയം നമ്മളുടെ കയ്യിൽ പോകും അല്ലേ? അതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഉടനെ ഭഗവാൻ അതിന് കരുത്തനാണെന്ന് മനസ്സിലാക്കിയ ഉടൻ സുഗ്രീവൻ പറയുകയാണ്, ഈ അസ്ത്രം കൊണ്ട് ബാലിയെ അങ്ങ് ഇന്ന് തന്നെ വധിക്കണം, ഈ നിമിഷം തന്നെ വധിക്കണം. അദ്യൈവ പറഞ്ഞാൽ ഈ നിമിഷം തന്നെ അങ്ങ് എന്ത് ചെയ്യണം? ബാലിയെ വധിക്കണം എന്ന് പറഞ്ഞതോടുകൂടി ഭഗവാൻ പറഞ്ഞു, അദ്യൈവ തം ഹനിഷ്യാമി തവ ഭാര്യ അപഹാരിണം. നിന്റെ ഭാര്യയെ അപഹരിച്ചിരിക്കുന്ന ആ ബാലിയെ ഞാൻ ഇന്ന് തന്നെ വധിക്കാം. അതോടുകൂടി സുഗ്രീവന് കുറച്ചുകൂടെ ആത്മവിശ്വാസമായി. സുഗ്രീവൻ വീണ്ടും പോരിന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ താര പറഞ്ഞു, ഇതിലെന്തോ അപകടമുണ്ട്. പോരാത്തന് അംഗദൻ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാർ ഈ വനത്തിലെത്തിയിട്ടുണ്ടെന്നും അവർ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ശത്രു പരാജിതനായി പോയിട്ട് വീണ്ടും തിരികെ പോരിന് വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ ആരോ ഒരു ശക്തിയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ ബാലി പറഞ്ഞതാണ്, എനിക്കറിയാം, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അറിയാം എനിക്ക്, അദ്ദേഹം ധർമാത്മാവാണ്, അദ്ദേഹത്തിൻ്റെ മഹത്വം എനിക്കറിയാം, അദ്ദേഹത്തിനോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നൊക്കെ ബാലി അങ്ങോട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളൊക്കെ ബാലിയുടെ ഭഗവാനോടുള്ള പരമമായ ഭക്തിയാണ് പ്രകടമാക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ബാലി നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ പാദങ്ങളിൽ അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കും. സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരാളെ കൊല്ലാൻ പറ്റുമോ? കാലിൽ വീണ് കിടക്കുന്ന ഒരാളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. ഇനി ഇവിടെ കൊല്ലാതെ വിടാൻ പറ്റുമോ? കൊല്ലാതെ വിടാനും പറ്റില്ല. കാര്യം അന്നത്തെ ഭരണഘടന അനുസരിച്ച്, അന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ബാലി വധാർഹമായിരിക്കുന്ന ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്തു? തൻ്റെ അനുജൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി വച്ചു. അത് അന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് വധമാണ്, കൊല്ലുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ഇപ്പം തൂക്കാൻ വിധിക്കുന്നവരെയൊക്കെ തന്നെ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ടാണ് ജഡ്ജി വായിക്കുന്നത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞ് ഇന്ന കുറ്റം ചെയ്തതിൻ്റെ പ്രകാരം നിങ്ങളെ തൂക്കാൻ വിധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി കുറ്റക്കാരനാണെന്ന് ആരെങ്കിലും പറയുമോ? അയാളെ തൂക്കാൻ വിധിച്ചു, അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ ജഡ്ജിയാണെന്ന് നമ്മളാരും പറയില്ല. അതുപോലെ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ചക്രവർത്തിയാണ്. അപ്പോൾ രാജധർമ്മം അനുസരിച്ച് തൻ്റെ രാജ്യത്തിലെ ഒരു പ്രജയാണ് സുഗ്രീവൻ. സുഗ്രീവനുണ്ടായിരിക്കുന്ന ഒരു ദുഃഖത്തിന് പരിഹാരം കാണേണ്ടത് ആരുടെ ധർമ്മമാണ്? രാജാവെന്ന നിലയ്ക്ക് തൻ്റെ ധർമ്മമാണ്. ആ നിയമം വ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഭഗവാൻ ബാലിയെ വധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാലിവധം എന്ന് പറയുന്നത് അന്നത്തെ ത്രേതായുഗത്തിലെ നിയമം വ്യവസ്ഥ അനുസരിച്ച്, അന്നത്തെ ഭരണഘടന അനുസരിച്ച് ശരിയാണ്. അന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശരിയാണ്. മനസ്സിലായോ? ഭഗവാൻ രാജധർമ്മമാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം അങ്ങോട്ട് ആര് പറഞ്ഞു കേൾപ്പിച്ചു? ഭഗവാൻ ബാലിയെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചതോടുകൂടി ബാലിക്ക് കാര്യമെല്ലാം മനസ്സിലായി. എൻ്റെ തെറ്റ് അങ്ങ് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഭോ.
അതോടുകൂടി ബാലിക്ക് സംശയമെല്ലാം തീർന്നു. ഇന്നും നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ ഇന്നും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീതാദേവിയെ ഭഗവാൻ ഉപേക്ഷിച്ചു, അധർമ്മമാണ് പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ ബാലിയെ ശ്രീരാമനെ പോലുള്ളൊരു ധർമ്മമൂർത്തി ഒളിച്ചു നിന്ന് അമ്പെയ്തു കൊന്നു. അത് ശരിയാണോ? ഇന്നും അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു തലം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സീതാദേവി ഉപേക്ഷിച്ചത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യം. അപ്പം അതിനു മുമ്പ് സീതയോട് ഭഗവാൻ എത്രത്തോളം ആദരവ്, എത്രത്തോളം സ്നേഹം കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ സീതാദേവിയെ ഭഗവാൻ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദുഃഖം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അവിടെ സ്വർണം മാൻ വന്നു, ആ മാനിനെ നിഗ്രഹിച്ചു. അതോടുകൂടി സീതാദേവി രാമനെന്തോ അപകടം പറ്റി, ലക്ഷ്മണ നീ പോയി ശ്രീരാമചന്ദ്രനെ അന്വേഷിക്കുമെന്ന് പറഞ്ഞതോടുകൂടി തൻ്റെ സംരക്ഷണം അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പരീക്ഷമായി. രാമായണത്തിൽ ഒരൊറ്റ സ്ഥലത്താണ് സീതാദേവിക്ക് ഒരു തെറ്റുപറ്റുന്നത്. ആകെ കൂടെ പറയാൻ എവിടെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് ഭഗവാൻ വളരെ ക്രൂരമായ വാക്കുകളോടുകൂടി നിർദ്ദയം ഭഗവാന്റെ വാക്കുകൾ സീതാദേവിക്ക് നേരെ വരുന്നുണ്ട്. രാമായണത്തിൽ വേറെ ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, പറയാനുള്ള സമയമില്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് സീതാദേവി ലക്ഷ്മണനോട് പരുഷമായി സംസാരിക്കുന്നു. അതോടുകൂടി ശ്രീരാമൻ പരിഭ്രമിച്ച് വരുന്ന ലക്ഷ്മണനെയാണ് കാണുന്നത്. അതോടുകൂടി ആകെ പരിഭ്രമിച്ച് ദുഃഖിതനായി, എന്താ ഉണ്ണി നീ ഇഞ്ഞ് വന്നത്? പറഞ്ഞു, ഏട്ടത്തമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതോടുകൂടി തനിക്ക് സീതാദേവിയെ ഏതെങ്കിലും രാക്ഷസന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പറഞ്ഞ് വളരെ തകർന്ന് പരവശനായി പർണശാലയിലേക്ക് തിരിച്ചു വരുന്ന രാമൻ്റെ രംഗം വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദൂരെ നിന്ന് പർണശാലയിലേക്ക് വരുമ്പോൾ തന്നെ മാൻപേടകൾ അങ്ങനെ പർണശാലയെ ചുറ്റിക്കൊണ്ട് നടക്കുന്നു. അപ്പം അവരെ കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഉണ്ണി എനിക്ക് ആരെ നഷ്ടപ്പെട്ടിരിക്കുന്നു? സീതയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതോ രാക്ഷസൻ പിടിച്ച് സീതയെ ഭക്ഷിച്ചിരിക്കാം. ഈ മിണ്ടാപ്രാണികൾ ഇതാണ് എന്നോട് പറയുന്നത്. അങ്ങനെ പിന്നീട് ഭഗവാൻ നമ്മളൊരു ഉന്മാദം ബാധിച്ച ഒരവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള വേർതിരിവ് പോലും ഉണ്ടാവാതെ ചെടികളോടും വള്ളികളോടും എന്ന് വേണ്ട ജഡവസ്തുക്കളോടുമൊക്കെ തന്നെയും എൻ്റെ സീതാദേവിയെ കണ്ടിട്ടുണ്ടോ എന്ന് വിലപിക്കുന്ന ഒരു രാമനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എത്രത്തോളം സീതയോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്തുകൊണ്ടാണ് സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് പറയുവാൻ. അങ്ങനെ അവസാനം ആകാശത്തേക്ക് നോക്കി സൂര്യനോട് ചോദിക്കുന്നുണ്ട്, ആദിത്യ ഭഗവാനെ എൻ്റെ സീതാദേവിയെ കണ്ടുവോ? ഉണ്ണി ലക്ഷ്മണ ആദിത്യനൊന്നും പറയുന്നില്ല. എന്നെപ്പോലൊരു മഹാപാപി ദുഃഖം മാത്രം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജന്മം, ശോകേന ശോകോഹി പരമ്പരായ, അടിക്കടി ദുഃഖം മാത്രം, എനിക്കല്ലാതെ വേറെ എന്താ ഉള്ള ഉണ്ണി? രാജ്യം പോയി, ജനങ്ങളിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നൊക്കെ അകന്നു, എൻ്റെ അച്ഛൻ മരിച്ചു, ഞാൻ അമ്മയിൽ നിന്നും അകന്നിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ ഒരു അല്പം മനസമാധാനം കിട്ടുന്നത് എൻ്റെ സീതയുടെ മുഖത്ത് നോക്കുമ്പോഴാണ്. ആ സീതയുടെ ചെറു പുഞ്ചിരി കാണുമ്പോഴാണ് ഞാൻ മനസ്സിൽ എൻ്റെ ദുഃഖമെല്ലാം മറക്കുന്നത്. സീതാദേവിയുടെ ആ വിയോഗം കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആ അഗ്നി, ശോകാഗ്നി ആളിക്കത്തുകയാണ് ഉണ്ണി. ഞാൻ എന്താ ചെയ്യുക? അവസാനം ഗോദാവരിയുടെ തീരത്ത് ഭഗവാനും സീതാദേവിക്കും പോയി ഇരിക്കാൻ ഇഷ്ടമാണ്. ഗോദാവരിയോട് ഭഗവാൻ ചോദിക്കുന്നു, സീതാദേവിയെ കണ്ടുവോ? എൻ്റെ സീതയെ കണ്ടുവോ? ഉണ്ണി, ഞാൻ ജനക മഹാരാജാവിനോട് എന്താ പറയുക? എനിക്ക് കൈപിടിച്ചു തരുന്ന വേളയിൽ ഇയം സീത മമ സുത സഹധർമ്മചരീതവ, എനിക്ക് നിന്റെ സഹധർമ്മത്തിനായിട്ടാണ് ഞാൻ
ഇവളെ നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ഒരിക്കലും ഈ കൈകളിൽ നിന്നും പിടിവിടരുതേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് പിടിച്ചു തന്ന ആ സീതയെ ഞാൻ എങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്തു പറയും? ഞാൻ ജനക മഹാരാജാവിനോട് എന്തു പറയും ഉണ്ണി? ഇങ്ങനെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള ഭർത്താവ് എവിടെയെങ്കിലും ഉണ്ടോ? വാൽമീകി രാമായണം നമ്മൾ എടുത്ത് വായിച്ചു നോക്കണം. അങ്ങനെ അതാ പറഞ്ഞ വ്യക്തിപരമായ ദുഃഖം രാമന് ഇതുപോലെ കരയാൻ വേണ്ടി ഒരവതാരം ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ ധർമ്മത്തിൻ്റെ വിഷയം, ധർമ്മ പ്രശ്നം വരുമ്പോൾ, ധർമ്മസംഘട്ടനം വരുമ്പോൾ നമുക്കറിയാം പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ. അന്യഭവനത്തിൽ താമസിച്ചവളാണ് സീത, പതിവ്രതയല്ല എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുന്ന വേളയിൽ രാമനറിയാം സീത എങ്ങനെയാണ് അന്യഗൃഹത്തിൽ താമസിച്ചതെന്ന്. ഹനുമാൻ എങ്ങനെയാണ് ലങ്കയിൽ സീതാദേവി കഴിഞ്ഞിരുന്നത് എന്ന് വളരെ വ്യക്തമായും സ്പഷ്ടമായും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ 2-3 മാർഗങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാം. കാര്യം ബലമായി സീതയെ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? രാജാവല്ലേ, എതിർക്കാൻ പറ്റുമോ? തിരുവായിക്ക് എതിർവായില്ലെന്ന്. വേണമെങ്കിൽ രാജ്യം ഭരിക്കാം. അല്ലെങ്കിൽ 2 പേർക്കും കൂടെ കാട്ടിലേക്ക് പോകാം. പക്ഷെ രാമൻ എന്താണ് ചെയ്തത്? രാമൻ സീതാദേവിയെ പരിത്യജിച്ചതിന് ശേഷം രാജധർമ്മം നിർവഹിച്ചു. ഇതിന് നേരെ വിപരീതമായിട്ടുള്ള തീരുമാനമായിരുന്നു എടുത്തതെങ്കിൽ ജനങ്ങളൊന്നും മിണ്ടത്തില്ല. പക്ഷേ ഭാവിയിൽ ശ്രീരാമൻ എന്ത് ചെയ്തു? തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഉടനെ ഭാര്യയും ഭർത്താവും കൂടെ 2 പേരും രാജ്യം ഉപേക്ഷിച്ച് എവിടേക്ക് പോയി? കാട്ടിലോട്ട് പോയി. പറഞ്ഞ് പരിഹസിക്കില്ലേ? ഇനി ബലമായിട്ട് രാജ്യം ഭരിച്ചാലോ? ഇതാർക്കാണ് ദോഷം? ഒരു വലിയ പരമ്പര ധർമാത്മാക്കളായിട്ടുള്ള മഹാരാജാക്കന്മാർ രാജ്യം ഭരിച്ച രാഷ്ട്രമാണ് അയോധ്യ എന്ന് പറയുന്നത്. അവർക്കൊക്കെ കളങ്കമല്ലേ? അപ്പം അവിടെ താൻ സ്വയം ദുഃഖത്തെ ഏറ്റെടുത്തുകൊണ്ട് എന്തു ചെയ്യണം? രാജധർമ്മം നിറവേറ്റി. അങ്ങനെയാണ് ഭഗവാൻ. ഭർത്താവായ രാമൻ പൊട്ടിക്കരയുന്നു. രാജാവായ രാമൻ ലക്ഷ്മണനോട് ആജ്ഞ കൊടുക്കുകയാണ്, സീതയെ ഉപേക്ഷിക്കുന്നു. അതാണ് രാമൻ്റെ രാജധർമ്മം. മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഭൃത്യനായിരിക്കണം, ജനസേവകനായിരിക്കണം. മനസ്സിലാവുന്നു? ആ രാജധർമ്മം നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമാവതാരം ഉണ്ടായിരിക്കുന്നത്. ഇനി സീതാദേവിയെ പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ, സ്വാമിജിയുടെ വാക്കുകൾ, there may be several Ramas, ഒരുപാട് രാമന്മാരുണ്ടായേക്കാം, perhaps, but there is only one Sita, the glorious Sita. വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകളാണ്. all patience and all sufferings. ഇങ്ങനെ ദുഃഖം സഹിച്ചിട്ടുള്ള ഒരു അമ്മ ഈ ലോകത്തുണ്ടാവില്ല. ഒന്നിനും പരാതി പറഞ്ഞിട്ടില്ല. രാവണനെ മുന്നിൽ കണ്ട വേളയിൽ ഒരു പുൽക്കൊടി അങ്ങോട്ട് മുന്നിലേക്ക്, അതിൻ്റെ മുന്നിലാണ് സംസാരിക്കുന്നത്, മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എൻ്റെ ആ പതിവ്രത ആയിരിക്കുന്ന എൻ്റെ ആ തപസ്സുകൊണ്ട്, ഹേ രാവണ, നിന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പം എൻ്റെ തപസ്സുകൊണ്ട് ചാമ്പലാക്കാൻ സാധിക്കും. പക്ഷെ രാമൻ്റെ അനുവാദമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനത് സന്തോഷത്തോടു കൂടി സഹിച്ചു. പിന്നെയും അഗ്നിയെപ്പോലും തണുപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ഹനുമാന് വാലിൽ പൊള്ളലേറ്റില്ല. സീതാദേവിയുടെ പ്രാർത്ഥനയിൽ പരമായിട്ടാണ്. അതാണ് ആ അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത്. പിന്നീട് സീതാദേവി പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ച ലക്ഷ്മണൻ പൊട്ടി പൊട്ടി കരയുമ്പോൾ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്ന വേളയിൽ പിന്നീടാണ് മനസ്സിലായത് എന്തോ പന്തികേടുണ്ട് എന്ന്. അപ്പം പറയുന്നു, ഉണ്ണി, നിന്നോടെന്നല്ല, എന്നെ ഉപേക്ഷിച്ച എൻ്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പോലും എനിക്ക്
യാതൊരു പരിഭവവുമില്ല എന്ന് പറഞ്ഞ ഒരു അമ്മ. പറഞ്ഞാൽ സീതാദേവിയും പറയാണ്, ദുഃഖിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ജനിച്ചിരിക്കുന്നത്. അങ്ങനെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് സീതാദേവി എത്തപ്പെട്ട് അവിടെയാണ് സീതാദേവിയുടെ പിന്നീടുള്ള ജീവിതം, ലവകുശന്മാരുടെ ജീവിതവും. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൊട്ടാരത്തിലേക്ക് ലവകുശന്മാരെത്തുന്നതും രാമായണം കേൾപ്പിക്കുന്നതും, പിന്നെ അവസാനം വാൽമീകി മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നത് തതസമാഗത സർവേ സീത കാഷായവാസിനി. ജീവിതത്തിൽ പരിവർത്തനം വന്ന അവസാനം അമ്മ യഥാർത്ഥ ഒരു സന്യാസ അവസ്ഥയിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വാൽമീകി മഹർഷിയുടെ പുറകെ ഒരു അച്ഛൻ്റെ പുറകെ ഒരു മകൾ നടന്ന് എത്തുന്നത് പോലെ ആ അയോധ്യ നഗരത്തിലേക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുന്നിലേക്ക് എത്തി. അപ്പോഴും രാമൻ പറഞ്ഞു, ഒന്നുകൂടി ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് തൻ്റെ പാതിവൃത്യം ഒന്നുകൂടി തെളിയിക്കണമെന്ന് പറയുന്ന വേളയിൽ പിന്നെയുള്ള കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ഭഗവാൻ പിന്നീട് സീതാദേവി അത്രയൊക്കെ നേരെ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഭൂമിദേവി സീതാദേവിയെ സ്വീകരിക്കുന്നതോടുകൂടി വല്ലാതെ അദ്ദേഹം അസ്വസ്ഥനാവുന്നുണ്ട്. പിന്നെ വല്ലാത്തൊരു ഘോരമായ രംഗമൊക്കെയാണ്. അതിനുശേഷം പിന്നീട് അശ്വമേധ യാഗമൊക്കെ ചെയ്ത് ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് അവസാനം അയോധ്യ നിവാസികളെ മുഴുവൻ നിങ്ങളെയൊക്കെ ഞാൻ വൈകുണ്ഠലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും ആ സരയൂ നദിയിലേക്ക് യാത്രയായി. ആ പുണ്യനദിയിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനൊപ്പം അവരും സ്നാനം ചെയ്തു. അതോടുകൂടി മുങ്ങി. പിന്നെ അവർ മുങ്ങിയത് എവിടെയാണ്? സാക്ഷാൽ വൈകുണ്ഠലോകത്തിലാണ്. അപ്പം അങ്ങനെ ഒരു രാമായണം ഇതിഹാസമാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഇങ്ങനൊരു അവതാരമൂർത്തിയെ നമ്മുടെ മുന്നിൽ വാൽമീകി മഹർഷി അനവധി രാമായണങ്ങളുണ്ട്. എന്തിന് അവതരിപ്പിച്ചിരിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മഹാത്മാക്കൾ അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത്, ശ്രീരാമചന്ദ്രനെ പോലെ ജീവിക്കണം, ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കണം. നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് റോൾ മോഡൽ ശ്രീരാമചന്ദ്രനാണ്. അപ്പം ശ്രീരാമചന്ദ്രനെ പോലെ ജീവിക്കണം. ഇനി കൃഷ്ണൻ ചെയ്തത് അനുകരിക്കാൻ നിൽക്കരുത്. ഭഗവാന്റെ പ്രവൃത്തികൾ ആർക്കും അനുകരിക്കാൻ സാധ്യമല്ല. ഭഗവാൻ പറഞ്ഞത് പോലെ ജീവിക്കണം. അനന്യാശ്ചിന്തയന്തോ മാം യജനാ പത്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. 700 ശ്ലോകങ്ങളിലൂടെ നമ്മളോട് പറയാനുള്ള എല്ലാം കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. അപ്പം കൃഷ്ണൻ പറഞ്ഞതുപോലെ ജീവിക്കുക, രാമൻ ജീവിച്ച് കാണിച്ചതുപോലെ ജീവിക്കുക. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉയർന്ന അവസ്ഥയിൽ നിന്നും താഴ്ന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള രാമായണം ഭാഗവതമൊക്കെ രചിക്കേണ്ട വന്നതിൻ്റെ ഒരു സാഹചര്യം കൂടെ ധർമ്മം അനുഷ്ഠിച്ച ശ്രീരാമനും സീതയും പോലും അവസാനം അവരുടെ കണ്ണുനീരിൽ കുതിർന്ന ജീവിതമാണ് രാമായണം, ശരിയല്ലേ? എന്നാൽ പരമധർമ്മം ലോകത്തിലൊന്ന് പ്രചരിപ്പിച്ച് കളയാം. ഈ ദുഃഖം മാറാൻ വേറെ ഒരു മാർഗമില്ല. അങ്ങനെയാണ് ഭാഗവതം നമ്മുടെ മുന്നിലേക്ക് വേദവ്യാസ ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ പരമധർമ്മം ഭാഗവതം പഠിക്കുന്നതോടുകൂടി മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് പിന്നെ ദുഃഖങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഭാഗവതം. അതുകൊണ്ടല്ലേ ഈ സമയത്തും ഈ വൈകിയ വേളയിലും നമ്മൾ ഈ വിഷയം ശ്രവിക്കുന്നതിനായി, ഭഗവാൻ വേദവ്യാസൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനായി നമ്മൾ ഇരിക്കാൻ കാരണം ആ പരമധർമ്മം നമ്മുടെ ജീവിതത്തിൽ
അറിയണം, മനസ്സിലാക്കണം. കാര്യം എന്താണ്? ഭഗവാനേ ഉള്ളൂ ഇവിടെ. അകവും പുറവും ഇടതങ്ങി നിശ്ചലമായി നിൽക്കുന്നത് ഒരേ സത്യവസ്തു. ആ പരമസത്യത്തെ ഈ ശരീരം പതിക്കുന്നതിന് മുമ്പ് നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരണം. പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൽ കുറേയധികം തടസ്സങ്ങൾ, നമുക്ക് വികല്പങ്ങളൊക്കെ വരും. അപ്പം അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആവർത്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ ക്രമേണ നമുക്ക് ഈ വിഷയം തെളിഞ്ഞ് വരും. അതാണ് ശുശ്രൂഷിഭി തക്ഷണാത്. കേൾക്കുന്ന മാത്രയിൽ തന്നെ ഭാഗവതം ശ്രവിച്ചാൽ മതി എന്ന് പറയാൻ അതൊരു അതിശോക്തിയായിട്ടൊന്നും പറഞ്ഞിരിക്കുകയല്ല. അതാണ് വസ്തുത. അതാണ്. അതുകൊണ്ടാണ് പൃഥു മഹാരാജാവും പറഞ്ഞിരിക്കുന്നത്, വിധത്സ്വ കർണായുധമേഷമേ വരം. എനിക്കൊരു 10,000 ചെവി തരൂ ഭഗവാനെ എന്ന് പൃഥു മഹാരാജാവ്, അതും ഗംഭീരമായ ഒരു അവതാരം ഭഗവാനോട് പറയാൻ കാരണം, ശ്രവിക്കുന്നതോടുകൂടി നമ്മുടെ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. നമ്മുടെ അജ്ഞാനഗ്രന്ഥി പൊട്ടിപ്പോവും. ഞാൻ ഇന്നവനാണ്. നമ്മുടെ എല്ലാ അഭിമാനത്തിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഒരു പ്രത്യേക വ്യക്തിബോധത്തിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം സുഖം ദുഃഖം ഇതെല്ലാം നമുക്കുണ്ട്. നമ്മളിതൊന്നും അല്ല. അതുകൊണ്ട് അതാണ് പരമസത്യം. ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ ബ്രഹ്മണ്യേ അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചെയ്വ പണ്ഡിത സമദർശിനഹ എന്ന് ഭഗവാൻ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഇവിടെ ഏകവും അഖണ്ഡവും നിശ്ചലവുമായിരിക്കുന്ന ഒരു സത്യവസ്തു, അതിനെ എന്തു പേരിൽ വേണമെങ്കിലും വിളിക്കാം. കൃഷ്ണനെന്നോ മഹാദേവനെന്നോ ബ്രഹ്മാവെന്നോ എന്തു പേരിട്ടാലും വിരോധമില്ല. സ്വതവേ ആ വസ്തുവിന് പേരില്ല. നമ്മളുടെ സങ്കല്പം അനുസരിച്ച് ഗണപതി എന്ന സങ്കല്പത്തോടു കൂടിയാണ് നിങ്ങളതിനെ സമീപിക്കുന്നതെങ്കിൽ ഗണപതിയുടെ മുന്നിൽ, അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ പ്രഥമ ശ്ലോകത്തിൽ ഒരൊറ്റ ദേവൻ്റെ പോലും പേര് പറഞ്ഞിട്ടില്ല, അല്ലേ? അത് ഉപക്രമ ശ്ലോകമാണ് ഭാഗവത്തിൽ. ജന്മാദ്യസ്യ ത്വന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാസ്വേന സദാ നിരസ്ത കുഹകം കൃഷ്ണം പരം ധീമഹി എന്ന് പറയാമായിരുന്നു. കൃഷ്ണം പരം ധീമഹി എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തത്തിനൊന്നും ഒരു തെറ്റും പറ്റില്ല. പക്ഷേ സത്യം പരം ധീമഹി എന്ന് എന്തുകൊണ്ട് വ്യാസര് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഖണ്ഡബോധരൂപനായിരിക്കുന്ന സത്യവസ്തു ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് രൂപം. ആ ലീലകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ആ രൂപം വിട്ടുപോയി. ഭഗവാൻ തന്നെ പറയുന്നു, അവജാനന്തി മാം മൂഢാഹ മാനുഷ്യം തനുമാശ്രിതം. ഞാനൊരു ശരീരം ധരിച്ചവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് ഉയർന്നുയർന്ന് വരണം. നമുക്കിപ്പം ഭഗവാനെ ശരീരത്തോട് കാണാനാണ് ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ താഴ്ന്ന അവസ്ഥയിൽ നമ്മൾ ക്രമേണ ഉയർന്ന് ഭഗവാനും നമ്മളും ഒന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പിന്നെ എങ്ങോട്ടും പോവണ്ട, വരണ്ട, കാണാനൊന്നുമില്ല. ഗുരുവായൂരപ്പൻ എവിടെ? ഇവിടെ ഉണ്ട് ഗുരുവായൂരപ്പൻ, അല്ലേ? വാർദ്ധക്യമൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലൊന്നും ക്ഷേത്രത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ശബരിമലയ്ക്കൊക്കെ പോകാൻ പറ്റാതെ വരും. ഉടനെ നമുക്ക് വിഷമം ദുഃഖമൊക്കെ വരും. നാമം ജപിക്കാണെന്ന് ചിലപ്പം ബുദ്ധിയൊക്കെ ചിലപ്പം ഓർമ്മയൊക്കെ പോയി നിന്നിരിക്കും. ഒരു കുഴപ്പമില്ല. ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് നമുക്ക് ഭഗവത് വിചാരത്തോടു കൂടി മനസ്സ് ശാന്തമായിട്ട് ഇരിക്കാൻ സാധിക്കും. അതിനൊരു ശക്തി നമുക്ക് കിട്ടും. അതെവിടെ നിന്ന് കിട്ടും? നല്ല ഗുരുനാഥന്മാരുടെ, നല്ല തപസ്വികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതോടുകൂടി മനസ്സടങ്ങും. സർവസങ്കല്പ സന്യാസി എന്ന് പറയും. എല്ലാ സങ്കല്പങ്ങളും എല്ലാം പോയി ക്രമേണ നിശ്ചലവും നിർമ്മലവും സ്വസ്ഥവുമായ ഒരു മനസ്സിന് ഉടമയായി നമുക്കിരിക്കാൻ സാധിക്കും. ഒരു വികല്പങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല. ഇല്ല, പാലം കുലുങ്ങിയാലും കിളം കുലുങ്ങില്ല എന്ന് പറയുന്ന പോലെ എപ്പോഴും സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ നമുക്കെപ്പോഴും സമചിത്തതയോടുകൂടി ഇരിക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ദുഃഖം വരുന്ന ഉടനെ നമുക്ക് ആകെ ആടി ഒലയല്ലേ നമ്മൾ. പല തരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കും. അപ്പം അങ്ങനെയൊന്നും ബാധിക്കാതിരിക്കാൻ നമുക്ക്
ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള സത്രങ്ങളൊക്കെ വന്ന് നിരന്തരം ശ്രവിക്കുക. അതോടുകൂടി മനസ്സ് ശാന്തമാകും. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഇതിഹാസമാണ്. നമുക്ക് എത്ര ഇതിഹാസമുണ്ട്? 2 ഇതിഹാസമാണല്ലോ അല്ലേ? ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങൾ രചിച്ചിരിക്കുന്നത്? ഈ സമൂഹത്തിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ പറ്റിയുള്ള ധാരണ മനുഷ്യർക്കുണ്ടാവണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൻ്റെ ആ തത്വങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അതിൽ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷമാണ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്നത്. അതാണ് ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം. അതിനു വേണ്ടിയിട്ട് പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. അതിനു വേണ്ടിയിട്ട് പൂർവവൃത്തം. പണ്ട് നമ്മളൊക്കെ ഉണ്ടാവുന്നതിന് വളരെ പണ്ട് ഇവിടെ എത്രയോ മഹാനുഭാവന്മാർ, ഋഷിവര്യന്മാർ, അഹൈതുക ദയാസിന്ധുക്കളായിരിക്കുന്ന ത്യാഗികളായിരിക്കുന്നവർ ഇവിടെ ജീവിച്ചു പോയിരിക്കുന്നു. അവരുടെ മണ്ണാണ് ഈ ഭാരതം. ഇവിടെയാണ് എല്ലാ അവതാരങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പം അവരുടെ ചരിതങ്ങൾ, അപ്പോൾ ഇതൊക്കെ വേണം, ബാലിവധമൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി എഴുതാമായിരുന്നു. കാര്യം നടന്നതുപോലെ എഴുതി വെച്ചുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയുന്നത്. മഹാഭാരതവും അങ്ങനെ തന്നെ. സംഭവത്തെ വളച്ചൊടിക്കാതെ അത്രയും അതുമായിട്ട് ഒരു നീതി പുലർത്തിയിരിക്കുന്ന നമ്മുടെ ഋഷീശ്വരന്മാരല്ലേ. ആലോചിച്ച് നോക്കൂ, വേറെ എവിടെ കാണാൻ പറ്റും? എന്തെല്ലാമാണ് ഓരോ ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുന്നതല്ലേ. നമ്മളുടെ പുരാണങ്ങൾ എഴുതി വെച്ചപ്പോൾ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും എഴുതി വച്ചിട്ടുണ്ട്. പുരാണങ്ങളിലൂടെ എന്ത് സത്യമാണ് മനസ്സിലാക്കേണ്ടതെന്ന് വേദങ്ങളിൽ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം സം ഉപബൃംഭയേത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വേദം സം ഉപബൃംഭയേത്. വേദം നല്ലവണ്ണം സമ്യക്കായിട്ട് ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ബിഭേത്യൽപശ്രുതാത് വേദ അയം മാം പ്രഹരിഷ്യതി. വേദമാതാവിന് ഭയമാണെന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? വേദമാതാവ് എല്ലായ്പ്പോഴും ഭയക്കുന്നു. അല്പജ്ഞാനി എപ്പോഴും അപകടകാരിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെയും ദുർവ്യാഖ്യാനം ചെയ്യും. ഭഗവാന്റെ ചരിതങ്ങളെയൊക്കെ വളച്ചൊടിച്ച് വികൃതമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പല വേദികളും, സപ്താഹ ജ്ഞാനയജ്ഞ വേദികളൊക്കെ തന്നെയും നമുക്ക് കാണാൻ വളരെ വേറെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ ആ സാമ്പ്രദായിക ശുദ്ധിയോടുകൂടി ഭാഗവതത്തിൻ്റെ ആ മൂല്യത്തെ മനസ്സിലാക്കി ഈ സത്യം ഇതൊരു കഥാപുസ്തകമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുമ്പോഴാണ് ഒരു പരമസത്യം പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ഓരോ പ്രകരണങ്ങൾക്കും അത്രയും പ്രാധാന്യമുണ്ട്. വെറുതെ കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കഥ പറയണം. കാര്യം മുന്നിലിരിക്കുന്ന ആളാരാണ്? 7-ാം ദിവസം മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. 7-ാം ദിവസം മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ചുമ്മാ കുറേ കഥകൾ പറഞ്ഞാൽ മതിയോ? പോരാ. നേരെ മറിച്ച് നല്ലവണ്ണം ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വിമുക്തമായി ആ മനസ്സിനെ നിശ്ചലവും നിർമ്മലവുമായിരിക്കുന്ന ആ സത്യവസ്തുവിനോട് അടുപ്പിക്കുന്ന തരത്തിൽ ഉള്ള തത്വോപദേശങ്ങളാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ സ്തുതികളെ, ഭാഗവത്തിൽ ധാരാളം സ്തുതികളുണ്ട്, ധാരാളം കീർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ ധാരാളം കഥകളൊക്കെ ഉപകഥകളും ഉപാഖ്യാനങ്ങളും പരമഹംസന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനത് പറഞ്ഞു? നമുക്കും അതുപോലെ ഒരു അംബരീഷ മഹാരാജാവിൻ്റെ ചരിത്രം പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് എത്രയോ മഹാത്മാക്കളുടെ കഥകൾ പറഞ്ഞിരിക്കുന്നു. വാമനമൂർത്തിയുടെ കഥ പറഞ്ഞിരിക്കുന്നു. മഹാബലിയുടെ ചരിത്രം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ പ്രകരണങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് തത്വങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ തത്വങ്ങളെ പറഞ്ഞു തരുമ്പോഴാണ് ആചാര്യനാകുന്നത്. അത് വേണ്ടുന്നവണ്ണം ശ്രവിക്കുമ്പോഴാണ് യഥാർത്ഥ ശ്രോതാവായിട്ട് തീരുന്നത്. മുഖ്യ ശ്രോതാവെന്ന് പറയും. പലതരത്തിലുള്ള ശ്രോതാവിനെ തന്നെ 3 തലങ്ങളിലേക്ക് മാറ്റി ഭാഗവത്തിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പം തീവ്രവൈരാഗിയായിരിക്കുന്ന ഒരു ശ്രോതാവിന് മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഇവിടെ ആ പരമമായ ജ്ഞാനം ശ്രവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ആ പരമസത്യം എനിക്ക് ശ്രവിക്കുന്നതിനൊരു 10,000 ചെവി തരൂ എന്ന് പൃഥു മഹാരാജാവ്
ഭഗവാനോട് സ്തുതിച്ചത്. അങ്ങനെയുള്ള രാമായണം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ചരിതവുമാണ്, സീതാദേവിയുടെ ചരിതവുമാണ്. അതാണ് രാമസ്യ രാമായാഹ വാ അയനം ഗമനം ചരിതം രാമായണം. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും ചരിതമാണ്, സീതാദേവിയുടെയും ചരിതമാണ്. അപ്പം സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും ചരിതമാണ് ഏത് രാമായണം. അത് അനവധി ഭാഷകളിൽ നമ്മുടെ മുന്നിൽ എത്രയോ ആചാര്യന്മാർ എഴുതി, പല രൂപത്തിലും ഭാവത്തിലും. നമുക്കറിയാം തുളസീദാസിൻ്റെ രാമായണം, കമ്പർ എഴുതിയിട്ടുണ്ട് രാമായണം. അങ്ങനെ വ്യാസഭഗവാൻ തന്നെ അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നു. അപ്പം എല്ലാറ്റിൻ്റെയും മൂലസ്രോതസ് എന്ന് പറയുന്നത് വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്ന 24,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന വാൽമീകീയ രാമായണമാണ്. അത് അറിവുള്ള ഋഷീശ്വരന്മാർ പറയുന്നത് അത് എന്താണ്? ഗായത്രി മന്ത്രത്തിൻ്റെ വർണ്ണവ്യാഖ്യാനമാണ്. കാര്യം 24 അക്ഷരങ്ങൾ ഗായത്രി മന്ത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ നഹ പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രത്തിലെ ആദ്യത്തെ വർണ്ണമായിരിക്കുന്ന തകാരം എടുത്തുകൊണ്ടാണ് ഓം തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിതാം വരം നാരദം പരിപപ്രച്ഛ വാത്മീകിർ മുനിപുങ്കവം എന്ന് പറഞ്ഞ് രാമായണം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് രാമായണം എന്ന് പറഞ്ഞാൽ എന്താണ്? 24,000 ഓരോ 1000 കഴിയുമ്പോഴും നമുക്ക് ഗായത്രി മന്ത്രത്തിലെ രണ്ടാമത്തെ വർണ്ണം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്ര മഹത്തരമാണ് ഭഗവാന്റെ ചരിതം എന്ന് പറയുന്നത്. ഇനി ഒരു ആവേശാവതാരം പരശുരാമസ്വാമിയുടെ അവതാരമുണ്ട്, അതിവിടെ വ്യാഖ്യാനിക്കും. എന്തായാലും ഇത്രയും നേരം ഈ ഒരു മഹാസത്രത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ ഈ ഉള്ളവന് അവസരം തന്ന ആദരണീയനായ ഞാൻ ജ്യേഷ്ഠതുല്യം ബഹുമാനിക്കുന്ന നാരായണസ്വാമി ചേട്ടനോടുള്ള നമസ്കാരവും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. സത്രാചാര്യൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, സുനിൽചേട്ടൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ പ്രഭാഷണം ശ്രവിച്ചിരിക്കുന്ന എല്ലാ ധന്യാത്മാക്കളുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ആദരണീയനായ മണിസ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ശരിയോ തെറ്റോ ആയ വാക്കുകൾ എൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ചൽസ്വരൂപ ദത്തപാദ പരമഹംസസ്വാമി തിരുവടികളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.